കാലം കവണയിൽ നിന്നും തെറിച്ചു പോകുന്ന കല്ലുകളെ പോലെ നമ്മെ വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊപ്പം യാത്ര തുടങ്ങിയവർ എത്ര പേരെന്ന് നമുക്കരികിലുണ്ട്. ചിലർ കേവലം ഓർമ്മകളായപ്പോൾ മറ്റു ചിലരുടെ ഓർമ്മകൾ പോലും മാഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് 2024 ഡിസംബർ 31. കാലമാകുന്ന ചില്ലയിൽ നിന്നും ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്ന് നാം ആയുസ്സോടെ ഇരിക്കുന്നുവെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. കാരണം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരെക്കാൾ വിശേഷതയൊന്നും നമുക്കുണ്ടായിട്ടല്ല നമ്മളിവിടെ ജീവനോടെ അവശേഷിക്കുന്നത്. ഇനിയും ചെയ്തു തീർക്കാൻ ദൈവം എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കായി ബാക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് മാത്രമാണ്. ഈ ആയുസ്സിന് നന്ദി പറഞ്ഞാവട്ടെ പുതുവർഷത്തെ നാം വരവേൽക്കേണ്ടത്. മുൻപോട്ടുള്ള യാത്രയിൽ കാലിടറാതിരിക്കാനായി കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനത്തെ ഒരുപിടി പ്രാർത്ഥനയോടെ നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. നമ്മൾ പ്രാർത്ഥിക്കും മുൻപേ സർവവും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. എങ്കിലും തൻ്റെ ക്രൂശീകരണ സമയങ്ങളിൽ തന്നെ ഓർത്ത് കരഞ്ഞ് പിൻചെന്നവരോട് പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം. കർത്താവ് അവരോട് പറഞ്ഞതിങ്ങനെയാണ്: യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അതെ, നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് നിർജീവ പ്രവൃത്തികൾക്കും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എന്നെക്കുറിച്ച് 2 വാക്ക്. കരുണാമയനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പോലെ എന്നെയും പരിപാലിച്ചൊരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളും അത് മുഖാന്തരമുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും മൂലം പതിവായി നിങ്ങളെ തേടിയെത്തിയിരുന്ന എൻ്റെ പ്രഭാത സന്ദേശങ്ങൾക്ക് അല്പകാലത്തേക്കെങ്കിലും ഒരിടവേളയുണ്ടായി. എങ്കിലും എന്നെ ഓർത്ത്, എൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരീ സഹോദരന്മാരായ എൻ്റെ പ്രിയ സ്നേഹിതർ, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ എത്തിയതിൻ്റെ ഫലമായി എന്നെയും ആ ദൈവത്തിൻ്റെ കാരുണ്യം തേടിയെത്തി. ആ ദൈവകൃപയ്ക്ക് സ്നേഹം നിറഞ്ഞ നിങ്ങളെ സാക്ഷിയാക്കി ദൈവത്തിന് നന്ദി പറയാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രായത്തിൻ്റെ ബന്ധനങ്ങളിൽ ലേശമുണ്ടെങ്കിലും വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ വർഷത്തിൻ്റെ അവസാന രാത്രിയിൽ മഞ്ഞു വീണ് തണുത്തൊരു അന്തരീക്ഷത്തിൽ പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ചൂടുപിടിക്കട്ടെ. ദൈവത്തിനായി ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന തിരിച്ചറിവ് നമ്മുടെ സിരകളെ ത്രസിപ്പിക്കട്ടെ. വില്യം വേർഡ്സ്വർത്ത് എഴുതിയതുപോലെ, "The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep." അതെ, ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ എനിക്ക് പ്രിയം നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, വടാട്ടുപാറ യേശുഭവനിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ചാച്ചൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.